ഗ്ലോബൽ മാർക്കറ്റ് ദുർബലമായതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വരികയും ഇൻഡെക്സ് 1.41% ഇടിഞ്ഞ് 25,810 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സെൻസെക്സും നിഫ്റ്റിയും 1%-ലേറെ ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ അത്ര വലിയ സെല്ലിംഗ് പ്രഷർ വന്നില്ല. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.28ഉം സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.07%വുമാണ് ഇടിഞ്ഞത്. ആദ്യം തന്നെ ഇന്ന് മാർക്കറ്റ് ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, മിഡിൽ ഈസ്റ്റിൽ ഉയരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ. ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന ഹിസബുള്ള കമാൻഡറായ ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വധിച്ചതിനെ തുടർന്ന് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അതിൻ്റെ പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. ആൾറെഡി മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധ കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ സിറ്റുവേഷനെ കൂടുതൽ അസ്ഥിരമാക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നും ഗോൾഡ് പോലുള്ള സേഫ് ഹെവനിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തേത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ ഉയർന്ന വാല്യുവേഷൻ. നിഫ്റ്റിയുടെ ഹിസ്റ്റോറിക്കൽ ആവറേജ് PE 21.6 അവിടെ നിന്നും നിഫ്റ്റി 50യുടെ ഇപ്പോഴത്തെ PE 25.8. ഹിസ്റ്റോറിക്കൽ ആവറേജിൽ നിന്നും ഉയർന്ന വാല്യുവേഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് മൂലം ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് മൂലം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ സാധ്യതയുണ്ട്. അതേസമയം ഇന്ത്യയുടെ പ്രോമിസിംഗ് മീഡിയം ലോങ് ടേം ഔട്ട്ലുക്ക്, റോബസ്റ്റ് എക്കോണമിക് ഗ്രോത്ത്, സ്ട്രോങ് റീറ്റെയിൽ ഇൻഫ്ലോസ് കൂടാതെ ഹയർ വാല്യുവേഷൻ എന്നിവ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് അനുകൂല ഘടകങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം ചൈന ഫാക്ടറാണ്. ഇവിടെ ചൈനയുടെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകൾ ചീപ്പർ വാല്യുവേഷനിലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ സ്റ്റോക്കുകൾ ഡീസൻ്റ് റിട്ടേൺ തരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ സ്റ്റേക്ക് കുറയ്ക്കുകയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ സെല്ലിംഗ് നടത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും 1,250 കോടി രൂപയുടെ സെല്ലിംഗാണ് FPIയുടെ സൈഡിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത്. ഇവിടെ ചീപ്പർ വാല്യുവേഷൻ്റെ പശ്ചാത്തലത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ചൈനീസ് മാർക്കറ്റിലേക്ക് നീങ്ങുന്നത് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് പിന്നിലെ ഒരു പ്രധാന ഘടകമായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഘടകം ക്വാർട്ടർലി റിസൾട്ട് സെഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മികച്ച പെർഫോമൻസ് നടത്തുന്ന സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരിക എന്നുള്ള തന്ത്രം അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയതാണ്. ടെക്നിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 26,000 പ്രധാന സപ്പോർട്ടായിരുന്നു. 26,000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി 25,750 ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഹയർ സൈഡിൽ 26,000 തന്നെയാണ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് കെയ്ൻസ് ടെക്നോളജി. കഴിഞ്ഞ ദിവസം 2.25% ഇടിഞ്ഞ് 5,428 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 33,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 163. 52 വീക്ക് ഹൈ 5,810. 52 വീക്ക് ലോ 2,188. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. കെയ്ൻസ് ടെക്നോളജി സ്മാർട്ട് മീറ്റർ മാനുഫാക്ചറിംഗ് കമ്പനിയായ ഇസ്ക്രീമെക്കോ എന്ന കമ്പനിയുടെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. 43 കോടി രൂപയുടെ സ്റ്റേക്ക് അക്വിസിഷനാണ് കമ്പനി നടത്തിയത്. ഇനി ഇസ്ക്രീമിക്കോ ഇന്ത്യ എന്ന കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 65.42 കോടിയാണ്. ഇവിടെ നിന്നും ഈ കമ്പനിയെ കെയ്ൻസ് ടെക്നോളജി ഏറ്റെടുക്കുന്നത് വഴി കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഉയരാനുള്ള സാധ്യതയുണ്ട്. കെയ്ൻസ് ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം 5,180 പ്രധാന സപ്പോർട്ടാണ്. സ്റ്റോക്ക് 5,428 ട്രേഡ് ചെയ്യുന്നു. മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നാണ്. ഇന്ന് ടെക്സ്റ്റൈൽ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ബോംബെ ഡൈയിങ് 4.82, ഗോ ഫാഷൻ 1.18, ജിൻഡാൽ പോളി ഫിലിംസ് 2.30% ഉയർന്നപ്പോൾ ട്രൈഡൻ്റ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ 2% മുകളിൽ പോസിറ്റീവ് റിട്ടേൺ നൽകി. ഇനി ആദ്യം തന്നെ ടെക്സ്റ്റൈൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഔട്ട് പെർഫോം ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണം മനസ്സിലാക്കാം. 2030 ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി $164 ബില്യൺ നിന്നും $350 ബില്യൺ ഉയർന്നേക്കും എന്നുള്ള ടെക്സ്റ്റൈൽ മിനിസ്റ്ററുടെ പ്രസ്താവന തന്നെയാണ് ടെക്സ്റ്റൈൽ സെക്ടറിൽ ബൈയിങ് മൊമെൻറ്റം കൊണ്ടുവന്നത്. പ്രൈം മിനിസ്റ്റർ മെഗാ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻ അപ്പാരൽ എന്ന പേരിലാണ് പുതിയ പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്ലാൻ വഴി 70,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടക്കാൻ പോകുന്നത്. ടെക്സ്റ്റൈൽ സെക്ടറിൽ 50,000 മെട്രിക് ടൺ പ്രൊഡക്ഷനും അതുപോലെ തന്നെ
2030 1 കോടിയിലേറെ ജോബ് ജനറേഷനും ആണ് ഗവൺമെൻറ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വരുന്ന ഈ ഒരു മാറ്റം വഴി ലക്ഷ്യമിടുന്നത്. കൂടാതെ 2047 ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് $600 ബില്യൺ ഉയർത്താനും ഗവൺമെൻറ് ലക്ഷ്യമിടുന്നുണ്ട്. അല്ലെങ്കിൽ ഉയർത്തുന്നതിനാവശ്യമായ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ടെക്സ്റ്റൈൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യുന്നത്. അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് ട്രൈഡൻ്റ് ആണ്. ട്രൈഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 33, 30 തുടങ്ങിയ റേഞ്ചുകൾ പ്രധാന സപ്പോർട്ട്. ഇവിടെ നിന്നും 40, 50 പോലുള്ള റെസിസ്റ്റൻസ് ആണ് ട്രൈഡൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്